നമുക്കൊപ്പം ബോണി എന്ന ഒരു യുവാവ് പങ്കുചേരുന്നുണ്ട്. ബോണി, ഏത് സ്ഥലത്താണുള്ളത്? ഏതെങ്കിലും രീതിയിൽ മുന്നറിയിപ്പുകളൊക്കെ കിട്ടിയിട്ടുള്ള സ്ഥലമാണോ, അതോ അവിടുന്ന് നാട്ടിലേക്ക് മടങ്ങാനുള്ള തിരക്കിലാണോ? എന്താണ് പറയുന്നത്? ചേട്ടാ, ഞങ്ങൾ കാശ്മീരിലെ തന്നെ ഷാലിമാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ക്യാമ്പസ്. ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങാനുള്ള സാഹചര്യം അല്ല നിലവിൽ. കാര്യം മോസ്റ്റ് സേഫസ്റ്റ് വേ എന്ന് പറയുന്നത് എയർ റൂട്ടാണ്. അപ്പോൾ യു ഓൾ നോ, എയർപോർട്ടൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ പോകുന്നെങ്കിൽ തന്നെ ഇവിടുന്ന് ജമ്മു ടു ഡൽഹി ടു കേരള, ആ ഒരു റൂട്ടേ നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, റിസ്കി ആണെന്നാണ് നമ്മുടെ സീനിയേഴ്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നാട്ടിലേക്കുള്ള മടക്കി യാത്ര ബുദ്ധിമുട്ടാണ്. അതുപോരാതെ ഞങ്ങളുടെ കൂടെ തന്നെയുള്ള തമിഴ്നാട്ടിലെ സ്റ്റുഡൻസിനെ അവരുടെ സർക്കാർ ഇടപെട്ട് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. നാളെ അവർ പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ തൽക്കാലത്തേക്ക്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ബോണിയുടെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ കേരളത്തിലേക്ക് വേഗത്തിൽ തിരികെ പോരുക എന്നതാണോ, അതോ കുറച്ച് ദിവസങ്ങൾ അവിടെ തങ്ങുക, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ചേട്ടാ, അണ്ടർ ഗ്രാജുവേഷൻ UG BSc ഹോർട്ടിക്കൾച്ചർ പഠിക്കുന്ന ഞങ്ങളുടെ ജൂനിയേഴ്സ് വളരെ പാനിക്ഡ് ആണ്. അവര് എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ MSc ഫസ്റ്റ് ഇയർ ആണ്. എനിക്ക് ഇവിടെ നിന്ന് സേഫ് ആണെങ്കിൽ ഇവിടെ നിൽക്കാനും ഞാൻ ഓക്കെയാണ്, ഇല്ലെങ്കിൽ നാട്ടിലേക്ക് പോകാനുള്ള മനസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. ബട്ട് സെക്കൻഡ് ഇയർ MSc സീനിയേഴ്സ്, അതായത് ഞങ്ങളുടെ തൊട്ട് സീനിയേഴ്സ്, അവരുടെ റിസർച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോൾ തിരിച്ചെത്തും, അല്ലെങ്കിൽ വർക്ക് കണ്ടിന്യൂ ആവോ, ഇനി കൂടി പോവോ, അങ്ങനത്തെ ഒരു പരിഭ്രാന്തിയിലാണ് അവരുടെ ഒരു മാനസികാവസ്ഥ എന്നുള്ളത്. വിദ്യാർത്ഥികൾ, മലയാളി വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഈ സ്ക്വാസ്റ്റ് എന്ന് പറയുന്ന ക്യാമ്പസിൽ മാത്രം എബൌട്ട് 20 സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ സബ് ക്യാമ്പസുകളിൽ ഫിഷറീസിന്റെ ക്യാമ്പസ്, വെറ്റിനറിയുടെ ക്യാമ്പസ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറിന്റെ ക്യാമ്പസിലും ഒക്കെ കൂടെയായിട്ട് നമ്മളൊരു എബൌട്ട് 40+ അല്ലെങ്കിൽ 50 സ്റ്റുഡൻസ് സ്ക്വാസ്റ്റിന്റെ കീഴിൽ മാത്രമുണ്ട്. അതുപോലെ തന്നെ NIT, NIFT, ഈ പിന്നെ മെഡിക്കൽ കോളേജ്, ഇതിലൊക്കെ നമ്മുടെ ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ അകപ്പെട്ടിരിക്കുകയാണ്. അതാണിപ്പോൾ മലയാളി സ്റ്റുഡൻസിന്റെ ഒരു സ്റ്റാൻഡ്. വേറെ ഏതെങ്കിലും ബോണിയുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും സമീപത്ത്? ഇപ്പോൾ കൃത്യമായി എവിടെയാണ് നിങ്ങൾ തങ്ങുന്നത്? ഒപ്പം അവിടുത്തെ സൈനികത്തിന്റെ വിഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിങ്ങളുമായി നേരിട്ട് സംസാരിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായോ, അതോ കോളേജിൽ നിന്ന് കോളേജ് അധികൃതരാണോ വേണ്ട മുൻകരുതലുകളൊക്കെ നിങ്ങളോട് അറിയിച്ചത്? ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, വാർഡൻ, അതുപോലെ തന്നെ JK പോലീസിന്റെ പ്രതിനിധികൾ വന്ന് ഞങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ പുറത്തു പോകുന്നത് സേഫ് അല്ല, പുറത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സേഫ്റ്റി അവർക്ക് എൻഷുർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് അവർ അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ട്രീറ്റ്സിൽ, ഷാലിമാർ റോഡിന്റെ സ്ട്രീറ്റ്സിൽ ആംഡ് പോലീസ് ആൾക്കാർ പെട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് സമാധാനം തരുന്ന ഒരു കാര്യമാണ്. ബട്ട് എയർ സ്ട്രൈക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങളുടെ UG സ്റ്റുഡൻസ് ഫുള്ള് ആ ഒരു പാനിക്കിലാണ് നിൽക്കുന്നത്. ഇവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇവിടെ ഇങ്ങനെയുള്ള നമ്മുടെ ഇടപെടലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ ബന്ധപ്പെടുകയോ മറ്റെന്തെങ്കിലും വിവരങ്ങൾ തേടുകയോ ചെയ്തിട്ടുണ്ടോ നമ്മുടെ സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന്? നോർക്കയുടെ അധികൃതർ നമ്മളെ സീനിയേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസിന്റെ ലിസ്റ്റും അവരുടെ കോൺടാക്ട് നമ്പറും കളക്ട് ചെയ്തിട്ടുണ്ട്. കറന്റ് ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. കർണാടകയിലുള്ളവരും അവരുടെ ഗവൺമെന്റിനെ കോൺടാക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമ്മളും നമ്മുടെ സർക്കാരിനെ കോൺടാക്ട് ചെയ്യാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബോണി നേരത്തെ കേട്ടത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ പ്രതികരണമാണ്. എങ്ങനെയാണ് സാഹചര്യങ്ങളെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഡെപ്യൂട്ടി CM പൂഞ്ചിലേക്ക് പോകുന്നു. പൂഞ്ച് നിങ്ങൾക്കും ഒരുപക്ഷെ ബോണി പോയിട്ടുണ്ടാകാം. അവിടെ പൂഞ്ചിലാണ് വലിയ ആഘാതം നമുക്ക് ഏൽക്കേണ്ടി വന്നത്. അവിടുത്തെ മനുഷ്യരെ അല്ലാതെ കാണാനോ അവരുടെ എനിക്ക് തോന്നുന്നു എല്ലാവരും കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. ഈ സാഹചര്യത്തെ മറികടക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾക്കുണ്ട് എന്നത് കരുത്താണ്. ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് നമ്മുടെ സംവിധാനങ്ങൾ പറയുന്നത്. ബോണി, അതെ. ഇപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ജമ്മുവിൽ നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർ കുറച്ചധികം പാനിക്ഡ് ആണ്. അവരുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടാവും എന്നുള്ള സിറ്റുവേഷനിലാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും നമുക്കും ചെറിയൊരു ഭയം ഉള്ളിലുണ്ട്. എന്നിരുന്നാലും നമ്മുടെ മിലിറ്ററിയിൽ സർവ്വവിശ്വാസം അർപ്പിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവരുടെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ടാണ് ഉണ്ടായിരുന്നിട്ടുള്ളത്. അവരുടെ പാകിസ്ഥാന്റെ എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളും ചെറുത്ത് നിൽക്കാൻ നമ്മുടെ സൈന്യത്തിന് സാധിച്ചിട്ടുള്ളത് വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ബോണി, തീർച്ചയായും അവിടെയുള്ള മലയാളി വിദ്യാർത്ഥികളെ കുറിച്ച് മാതാപിതാക്കളൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേക്കായിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ നാട്ടിലേക്ക് വരുന്നുണ്ട്, വളരെ ഫേക്കായിട്ടുള്ള. അപ്പോൾ എന്താ വിമാനത്താവളമൊക്കെ അടച്ചു, അങ്ങനെയൊക്കെ രീതിയിലുള്ള വാർത്തകൾ വരുന്നു. പിന്നെ പാനിക്കാവുന്ന ഒരുപാട് വാർത്തകൾ. അപ്പോൾ മാതാപിതാക്കളെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ സേഫാണ്, മറ്റൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് നാട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങുന്നതിനോ ഒക്കെയുള്ള അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടെന്തെങ്കിലും ഇവിടുത്തെ സർക്കാരിൻ്റെയും സംവിധാനങ്ങളെയൊക്കെ അറിയിക്കേണ്ടതായിട്ടുണ്ടോ?
ഈ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഫേക്ക് ന്യൂസ് ആണ് നമ്മൾ നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ കറന്റ് ഒരു 2 ദിവസം മുന്നേ ഈ UGCയുടെ ഭാഗത്തു നിന്ന് എല്ലാ തരത്തിലുള്ള പരീക്ഷകളും യുദ്ധം നടക്കുന്നത് കൊണ്ട് നിർത്തലാക്കി എന്നുള്ള ഒരു ഫേക്ക് നോട്ടീസ് വരെ വന്നതാണ്. പിന്നെ ഇന്നലെ ATMs ഒക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ 2-3 ദിവസത്തേക്ക് ATMs ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒന്നും നടത്താൻ പാടില്ല എന്നുള്ള രീതിയിൽ ഉള്ള ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കോളേജിനകത്ത് തന്നെയുള്ള ATM അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഫേക്ക് ആണെന്ന് അറിയാനുള്ള സോഴ്സ് പോലും സ്റ്റുഡൻസിന് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. അതുപോലെ തന്നെ ഇന്നലെ നൈറ്റ് എയർടെലിന്റെ ഔട്ട് ഗോയിങ് കോൾസ് ഫെസിലിറ്റീസ് ഒക്കെ നിന്നായിരുന്നു. അപ്പോഴത്തേക്കും പിള്ളേരൊന്ന് പാനിക്കായി, വീട്ടുകാർക്കും അത്യാവശ്യം പാനിക് ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടുകാരെ കോൺടാക്ട് ചെയ്ത് അവരെ നമ്മൾ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർക്ക് വരുന്ന ഈ ഫോർവേഡ് മെസ്സേജും ന്യൂസും ഒക്കെ കണ്ടിട്ട് അവരും പാനിക്ഡ് ആയി നമ്മളെ വിളിക്കുകയാണ്. ഇപ്പൊ ഇന്ന് തന്നെ ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അവർ ഒരുപാട് പാനിക്ഡ് ആണ്. എങ്ങനെയെങ്കിലും പെട്ടെന്ന് നാട്ടിലേക്ക് വരിക എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അല്ല, ഈ ഫോൺ നെറ്റ്വർക്കൊക്കെ ഡൗൺ ആക്കുന്നത് ഒരു അടിയന്തര സാഹചര്യങ്ങളിൽ സർക്കാരുകളും സൈന്യവും ഒക്കെ എടുക്കുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമുക്കറിയാം, യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് മറ്റൊരു രാജ്യത്ത് മറ്റൊരു സാഹചര്യത്തിൽ നടന്ന യുദ്ധത്തിലാണ്. പക്ഷേ ഇത് നമുക്കറിയാം, നമ്മുടെ രാജ്യം എത്രത്തോളം പ്രിപ്പയർഡ് ആയിട്ടാണ്, എത്ര മര്യാദയോടുകൂടിയാണ് പൂർണ്ണമായും ന്യായവും നീതിയും നമ്മുടെ ഭാഗത്ത് അടിയുറച്ചു നിൽക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല. ലോകം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു, നമ്മൾ ഇപ്പോൾ അവിടെ കുടുങ്ങിയിരിക്കുന്ന മലയാളികൾ ഒഴിപ്പിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് ആശയമുണ്ടാകും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയുകയാണ്, ഓരോ സ്റ്റേറ്റും അതിനനുസരിച്ച് അവരുടെ ആളുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള ഏകോപനം നടത്തുന്നു എന്നതാണ്. അവരെല്ലാവരും കൂടി ഒഴിപ്പിച്ച് കണക്ടിവിറ്റി വളരെ പ്രധാനമാണ്. ആള് നേരത്തെ പറഞ്ഞതുപോലെ അവർക്കുള്ള എല്ലാ സംവിധാനങ്ങളും യാത്രാ സംവിധാനങ്ങളും ഒക്കെ നിലച്ചു എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ രാജ്യമാണെങ്കിൽ കൂടിയും വലിയൊരു പാനിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പം ബോണി എന്തായാലും എല്ലാവരോടും സേഫായിട്ടിരിക്കാൻ പറയുക. പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ മാതൃഭൂമി പോലെയുള്ള മാധ്യമത്തിലൂടെയാണ് ഇപ്പോൾ ഈ സംവിധാനങ്ങൾ നമ്മുടെ ഇവിടെയൊക്കെയുള്ള നോർക്ക പോലെയുള്ള സംവിധാനങ്ങൾ, അവരൊക്കെ തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കും. അപ്പോൾ എല്ലാവരോടും പറയുക, പരിഭ്രാന്തരാകാതിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. എന്തായാലും അവിടുന്ന് പഞ്ചാബിൽ നിന്നൊക്കെയുള്ള മേഖലയിൽ നിന്നുള്ള മലയാളികളെ ഏകദേശം 600ഓളം ആളുകളെ ഈ സുരക്ഷിതമല്ലാന്ന് തോന്നുന്ന പ്രദേശത്ത് നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെയൊക്കെ അങ്ങനെ മാറ്റിപ്പാർപ്പിക്കേണ്ടതെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടോ? തൽക്കാലം ഇവിടെ ഞങ്ങൾ സേഫ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. ബട്ട് ഞങ്ങളുടെ തന്നെ സബ് ക്യാമ്പസുകൾ, നേരത്തെ പറഞ്ഞതുപോലെ ഫിഷറീസിലുള്ള ക്യാമ്പസുകളിലൊക്കെ അവർക്ക് കൊടുത്തേക്കുന്ന ഷ്യൂരിറ്റി എന്ന് പറയുന്നത് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പസിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ നോർമലി തന്നെ ഈ ഒരു പ്രശ്നം അല്ല എങ്കിൽ കൂടിയും നോർമലി ഈ ഷാലിമാറും ചുറ്റുവട്ടത്തുള്ള പോർഷൻസിലും എപ്പോഴും മിലിറ്ററിയുടെ കൺട്രോളിൽ തന്നെയാണുള്ളത്. അവരുടെ സെക്യൂരിറ്റി എപ്പോഴും ശക്തമാണ്. അപ്പോൾ പരിഭ്രാന്തി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ബട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ സർക്കാരിലും മിലിറ്ററിയിലൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ട് വി ആർ ഗുഡ്. അതെ ബോണി, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓരോ വ്യക്തികളും, ഞാനോ ബോണിയോ എല്ലാവരും, നമ്മളെല്ലാം ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. ചിലപ്പോൾ രാജ്യം നേരിടുന്ന ഒരു വലിയ യുദ്ധമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ വ്യക്തിപരമായി നമുക്ക് ചില അസൗകര്യങ്ങളോ നമുക്ക് ചില പരിമിതികളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. അതൊക്കെ രാജ്യത്തിന്റെ നന്മ എന്ന നിലയ്ക്ക് അതിനെയൊക്കെ സാരമില്ല എന്ന് പറയാനുള്ള നിങ്ങളെ പോലെയുള്ള ഒരുപാട് മലയാളികൾ അവിടെ ഉള്ള ആളുകളുടെ ഒരു പ്രതിനിധിയായി ബോണിയെ കാണുകയാണ്. അപ്പോൾ അവരോട് പറയുക, നിങ്ങൾ ഒരു തരത്തിലും ആകേണ്ടതില്ല എന്ന ക്ഷമയോടുകൂടി കാത്തിരിക്കുക. മറ്റു ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെ കൂടെ ആത്മവിശ്വാസത്തിലെടുക്കുക. വളരെയധികം നന്ദി ബോണി. ഇപ്പോൾ തന്നെ ഈ കൺട്രോൾ റൂമിൽ നിന്ന് വാട്സാപ്പിലൂടെ നമുക്ക് ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിർത്തി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ആരംഭിച്ച കൺട്രോൾ റൂമിൽ വാട്സാപ്പിലും ബന്ധപ്പെടാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 9037810100. നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ നമ്മുടെ ടിക്കറിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും എല്ലാ സംവിധാനങ്ങളും നമുക്ക് പേടിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. കാരണം ഇത്രയും ഇതിലും വലുതിനെ നേരിട്ട് നമ്മൾ പരിചയമുണ്ട്. ആ രീതിയിലുള്ള പരിചയ സമ്പത്താണ് നമ്മൾ അതിർത്തിയിൽ കണ്ടത്. അപ്പോൾ ഒന്നും നമുക്ക് സംഭവിക്കില്ല. എല്ലാവരും സുരക്ഷിതരായി തന്നെ ഇരിക്കുക.